ശരിക്ക് പറഞ്ഞാൽ ഡി എ സംബന്ധിച്ച് ഇനിയൊരു തീരുമാനം സർക്കാർ പറയുന്നതുവരെയോ 22-ാം തീയതി കോടതിയിൽ നിന്നൊരു വിധി വരുന്നത് വരെയോ വീഡിയോകളൊന്നും ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ്. മൊത്തത്തിലൊരു സെറ്റ് ബാക്ക് ഉണ്ട്. കാരണം നമ്മൾ വീഡിയോകൾ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഒന്നാമത് ചൂട് കാലമാണ്, പകൽ മുഴുക്ക വീഡിയോകൾ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 ചാനലുണ്ട്, അത് നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ലിറ്ററേച്ചർ വർക്കും കാര്യങ്ങളും ഒക്കെ പത്രവും മറ്റ് ചാനലുകളും ഒക്കെ നോക്കി, കാരണം കുറച്ച് ലിറ്ററേച്ചർ വർക്ക് ചെയ്യണമല്ലോ അടുത്ത ദിവസങ്ങളിലേക്ക്. അങ്ങനെ ഇന്നലെ ഡി എയെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തതിന് ശേഷം, ഡി എ മുതൽ മറ്റ് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇന്നലെ രാത്രി ഒരു 9-9:30 മണിയായപ്പോൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നു. കാരണം 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നുള്ള സങ്കല്പത്തിലാണല്ലോ ലോകം പോകേണ്ടത്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും അല്ല പോകുന്നത്. അതിൻ്റെ കുഴപ്പങ്ങളാണ് ഈ ശരീരത്തിനൊക്കെ കാണുന്നത്. അപ്പം അതവിടെ നിൽക്കട്ടെ, അത് വേറെ വിഷയമാണ്. ഞാൻ ഇന്നലെ 9:30-10 മണിയോട് അടുപ്പിച്ച് എന്നെ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് എനിക്ക് പറയാൻ അവസരം തരാതെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ വിഷയം? ഞാൻ ഇന്നലെ PSC ഈ വേക്കൻസി റൈസ് ചെയ്യാതെ PSC ടെസ്റ്റ് നടത്തി. അങ്ങനെ PSC ടെസ്റ്റിൽ നിന്ന് 23-ൽ വന്ന ഒരു ഉറുദു അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ക്യാൻസലായി. പാവപ്പെട്ട കുറേ മുസ്ലിം പെൺകുട്ടികൾ, വനിതകൾ, ചെറുപ്പക്കാരികൾ കരഞ്ഞ് സങ്കടപ്പെട്ടതിൽ അതൊരു റാഷിദ എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവേണ്ടവർ, റാങ്ക് ലിസ്റ്റിൽ 1-ാമതായി വന്നവർ, ആ ഒരാളിനെ പോലും എടുക്കാതെ ലിസ്റ്റ് ക്യാൻസലാക്കിയതിൻ്റെ കഥകൾ വന്നു. ഇത് ഞാൻ ആ വീഡിയോയിൽ സാന്ദർഭികമായി പറഞ്ഞു. ഉടൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് കോളേജ് അഡ്മിഷൻ ആരാണ് അപ്പോൾ അദ്ദേഹം വിളിച്ച ഉടൻ തന്നെ എന്നോട്, എനിക്ക് സംസാരിക്കാൻ നമ്മളോട് ഒരാൾ വിളിച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ സാർ ഇങ്ങനെ ജസ്റ്റ് മാഷേ അല്ലേ സാറേ അല്ലേ ചേട്ടാ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ സംസ്കാരം അനുസരിച്ച് അഭിസംബോധന ചെയ്തതിന് ശേഷം താങ്കളുടെ വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടു, അതിൻ്റെ കറക്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഡിസ്കഷൻ സ്കോപ്പ് ഉണ്ട്. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്ത ദിവസം തിരുത്തുക. ഇത് എടുത്തുകൊണ്ട് എന്നോട് ചോദിച്ചു കോളേജിൽ ആരാ അഡ്മിഷൻ കൊടുക്കുന്നത്, അത് യൂണിവേഴ്സിറ്റി അല്ലേ? ഞാൻ പറഞ്ഞത് അത് തന്നെ. അപ്പോൾ ഞാൻ പിന്നെ തിരുത്താനൊന്നും പോയില്ല. ഉടനെ തന്നെ അടുത്ത് ചൂടാവണമെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് PSC എന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയി. അദ്ദേഹം ചിലപ്പോൾ പോഞ്ച അടിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ കഞ്ചാവ് അടിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ വെള്ളം അടിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പോൾ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിരിക്കുകയായിരിക്കും. രാത്രി 9 മണിക്കൊക്കെ നിങ്ങൾ ഭാര്യയും മകളുടെ ചിലവഴിക്കൂ. ഉടനെ വീഡിയോയിൽ കണ്ട ഒരു വാക്കിൽ കയറി തൂങ്ങി ഇന്നലെ വലിയ ബഹളം ഉണ്ടാക്കി. 2-3 പ്രാവശ്യം എന്നെ വിളിക്കുന്നു, ഞാൻ കട്ട് ചെയ്താലും വിളിക്കുന്നു. അവസാനം ഞാൻ ഇന്ന് രാവിലെ തിരിച്ച് വിളിച്ച് അദ്ദേഹത്തിന് ക്ലാരിറ്റി വരുത്തി കൊടുത്തു. അപ്പോഴാണ് വീണ്ടും എനിക്ക് ക്ലാരിറ്റി വരണമല്ലോ. ഞാൻ വീഡിയോയിൽ തെമ്മാടിത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരാൻ പാടില്ലല്ലോ. അങ്ങനെ വീണ്ടും ഞാൻ പഴയ കേരള കൗമുദിയുടെ 11-ാം തീയതി, ഇന്ന് 17ആണ്, 11-ാം തീയതി കേരള കൗമുദിയുടെ എഡിറ്റോറിയലുണ്ട്. ആ എഡിറ്റോറിയലിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. ആർക്കും അത് നെറ്റിൽ കിട്ടുന്നതാണ്. കേരള കൗമുദിയുടെ പിന്നെ ഫ്രീ ആണ് പത്രം. നിങ്ങൾ കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജ് നോക്കിയാൽ മതി. സമ്പൂജ്യ നിയമനവുമായി റാങ്ക് പട്ടികകൾ. ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരാളെങ്കിലും നിയമിച്ചില്ലെങ്കിൽ PSC പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് എന്തിനാണെന്ന് ആണ് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്നത്. വളരെ രസകരമാണ്. PSC പരീക്ഷയിൽ 1-ാം റാങ്ക് നേടിയിട്ടും സർക്കാർ ജോലി എന്നത് നടക്കാത്ത മനോഹരമായ സ്വപ്നമായി മാറുകയാണെന്ന് വേണം സംശയിക്കുവാൻ. ഇതാണ് കഥ. അവിടെ നിന്നാണ് തുടക്കം. ഈ വർഷം കാലാവധി കഴിഞ്ഞ അസിസ്റ്റൻറ്റ് പ്രൊഫസർ റാങ്ക് ലിസ്റ്റിൽ ഒരാളെപ്പോലും ചെയ്തിട്ടില്ല. അത് വളരെ രസകരമാണ്. ആ റാങ്ക് ലിസ്റ്റിൽ 23-ൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ 1-ാം റാങ്കുകാരിയായ റഷീദയ്ക്ക് പോലും നിയമനം നൽകിയില്ല. റഷീദ മുസ്ലിം കുട്ടിയാണ്. ഇവിടെ മുസ്ലിം പ്രീണനത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി പിണറായി കിടന്ന് ഓടുന്നതിന് ഒരു കണക്കുമില്ല. പക്ഷേ എന്നിട്ടും അത് ആ ലിസ്റ്റിൽ നിന്ന് ഒരാളെപ്പോലും അപ്പോയിൻ്റ് ചെയ്തില്ല. പലവട്ടം നിയമനം നടക്കാത്തതിന് കാരണമായി PSC പറയുന്നത് ഒഴിവുകൾ റിപ്പോർട്ട് കിട്ടുന്നില്ല. ഒഴിവുകൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നത്? ആളുകളെ വിളിച്ചു വിട്ട് ടെസ്റ്റ് നടത്തി, ഇൻ്റർവ്യൂ നടത്തി, എത്ര പരീക്ഷ എഴുതണം? ഒരാൾ MSc കഴിയണം, അല്ലെങ്കിൽ MA ഉറുദു പരീക്ഷ എഴുതി MA കഴിയണം, പിന്നെ MPhil കഴിയണം, അല്ലെങ്കിൽ PhD എടുക്കണം, നെറ്റ് പാസ്സാവണം, എന്തെല്ലാം കടമ്പകൾ, എത്ര പരീക്ഷ എഴുതിയിട്ടാണ് PSC പരീക്ഷ എഴുതുന്നത്. PSC പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് ലിസ്റ്റ് വിട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ, ഏഴാമ്പലിനെ പോലെ കാത്തിരിക്കുമ്പോഴാണ് ഒരാളെപ്പോലും എടുക്കാതെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നത്. ഇത് ചോദ്യം ചെയ്യുമ്പോൾ ന്യായീകരിക്കാൻ ക്യാപ്സൂൾ തൊഴിലാളികളായിട്ട്, ന്യായീകരണ തൊഴിലാളിയായിട്ട് വരുന്നവരെ എന്ത് ചെയ്യണം? മാത്രമല്ല ഇന്നലെ എന്നെ വിളിച്ച് ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയ ആൾ പെൻഷൻ പറ്റിയ ആളാണ് പോലും. എവിടെ നിന്ന് ഹെൽത്ത് സർവീസ്, അയാൾക്ക് DR കിട്ടുന്നതല്ലേ? അയാൾക്ക് എത്ര DR നഷ്ടമായി? ഇനി അല്ലെങ്കിൽ ഇപ്പോഴാണ് പെൻഷൻ പറ്റി, ഇനി എത്ര DR നഷ്ടമാകും? അപ്പോൾ ഞാനിത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇത് വേണ്ടേ? എന്നിട്ട് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ആശാ വർക്കേഴ്സ് ഇങ്ങനെ സമരം കിടക്കുന്ന അവർക്കൊന്നും കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ പറയണം, ആശാ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഔദാര്യത്തിൽ ജോലി ചെയ്യുന്നതാണ്. ഇവരെയൊക്കെ പിടിച്ച് മുട്ടുകാല് തല്ലി ഓടിക്കണം. എന്താണ് ചെയ്യേണ്ടത്? എത്ര വിവരക്കേടാണ് പറയുന്നത്. ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന ആളെന്നാണ് പറഞ്ഞത്. ഹെൽത്ത് സർവീസിൽ ജോലി ചെയ്യുന്ന ആൾ ആശാ വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ എനിക്ക് ചാനലിൽ പറയേണ്ടി വരുന്നത് ഒരുതരം ഗതികേടാണ്. എന്നാലും പറയാണ്ടിരിക്കാൻ കഴിയത്തില്ല. കാരണം അത്രയ്ക്ക് ഇൻസൾട്ടാണ് ഇതുപോലത്തെ മനുഷ്യർ വന്ന് കാണിക്കുന്നത് ഫോണിലൂടെ. ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് സംഭാവന തരാനും
പരസ്യങ്ങൾ തരാനും നിർദ്ദേശങ്ങൾ തരാനും ആളുകളുടെ ആവലാതികളൊക്കെ വിളിച്ചു പറയാനാണ്. ഇതുപോലത്തെ കുത്തിത്തിരിപ്പ് പരിപാടിക്കല്ല. ക്ലാരിറ്റി ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറയുന്നത്? യഥാർത്ഥത്തിൽ PSC റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി ഉറപ്പായിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖമുണ്ടല്ലോ, മാനസിക. ഇനി ആ ലിസ്റ്റ് ക്യാൻസലായി, ഇനി ഇതുപോലെ ഒരു ലിസ്റ്റ് വീണ്ടും വരണം. അങ്ങനെ എത്ര ലിസ്റ്റാണ് UP പിന്നെ നമ്മുടെ ഇതാണ് ഒരാൾക്ക് നിയമനം പോലും നൽകാത്ത തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഒരാൾക്ക് പോലും നിയമനം നൽകാത്തത്. അങ്ങനെ നിയമനം നൽകാത്ത UPSC തസ്തികയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ട് റാങ്ക് ലിസ്റ്റ് മലപ്പുറത്താണ് ഉണ്ടാക്കിയത്. 641 പേർ. ഇവിടെ ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല. മലപ്പുറത്തുകാരും മുസ്ലിം സഹോദരിമാരെല്ലാം നേരെ വോട്ടിടിക്കണം, ഒരു വോട്ട് പോലും കുറയ്ക്കരുത്, പോയി നേരിട്ട് ഇടിക്കണം, ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. എന്തൊരു കഷ്ടമാണ് ഈ ഗവൺമെൻറ് ചെയ്യുന്നറിയാം. ഒരാളെ പോലും അപ്പോയിൻറ്റ് ചെയ്യത്തില്ല, ലിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യും. എന്നിട്ട് അവിടെയെല്ലാം പകരക്കാരെ കുത്തിത്തിരിക്കും. ഡെയിലി വേജസിനും അല്ലാതെയൊക്കെ പകരക്കാരെ കുത്തിത്തിരിക്കും. അതും ഗവൺമെൻറ്റിൻ്റെ കാലം കഴിയുമ്പോൾ അവർ പോവുകയും ചെയ്യും. അവർക്ക് നിൽക്കാനും കഴിയില്ല. അതിന് വേറെ ഗവൺമെൻറ് വന്നാൽ അവരെ പിരിച്ചുവിടുമല്ലോ. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ്. DAയുടെ കാര്യം അവിടെ നിൽക്കുന്നു, DRൻ്റെ കാര്യം ഇവിടെ നിൽക്കുന്നു. അതിനിടയിലാണ് ഇങ്ങനെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പത്രങ്ങളെല്ലാം എഴുതുകയും ചാനലുകൾ, ഈ റാഷിദ എന്ന് പറയുന്ന പെൺകുട്ടി അല്ലെ വനിത, അവർ ഒരു ചാനലിൽ വന്ന് കരയുന്നുണ്ട്, സങ്കടപ്പെടുന്നുണ്ട്. അതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത് കണ്ടു, പത്രത്തിലെ വാർത്ത കണ്ടു, എഡിറ്റോറിയൽ വായിച്ചു, ഇതെല്ലാം ഡേറ്റയും എടുത്തിട്ട്. പക്ഷേ നമ്മൾ ഒരുപാട് വീഡിയോകൾ ഒരു ദിവസം ചെയ്യുന്നു. അപ്പോൾ ഏത് വീഡിയോ എന്താണ്, അതിനകത്തൊരു വാക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് നമുക്ക് കണ്ടുപിടിച്ച് അതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഉടൻ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് താങ്കൾ സംഖ്യയാണോ, എന്താണ് കൊങ്ങിയാണോ, സുഡാപ്പിയാണോ, പിന്നെ കോൺഗ്രസ് ആണോ, കമ്മ്യൂണിസ്റ്റ് ആണോ, BJP ആണോ, പിന്നെ ഭരണവിരുദ്ധമാണോ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ല. ഞങ്ങളുടെ ഗാലറി കയറി നോക്കുക, ധാരാളം വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. DA സംബന്ധിച്ചും DRനെ സംബന്ധിച്ചും ശമ്പള പരിഷ്കരണത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ പിന്നെ പങ്കാളിത്ത പെൻഷനെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി ഞങ്ങൾ വീഡിയോസ് ചെയ്യാറുണ്ട്. ഈ വീഡിയോസ് ചെയ്യുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് എന്തിനെതിരെ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് മുന്നിൽ വന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനില്ല, എല്ലാ DAയും കൊടുത്തു. ഈ കഴിഞ്ഞ മാസം വരെയുള്ള DA ജനുവരിയിൽ വരെയുള്ളത് കൊടുത്തു. ജനുവരിയിലുള്ളത് ഈ മാർച്ചിനകത്ത് കൊടുക്കുമെന്നുള്ളതാണല്ലോ എൻ്റെ കണക്ക്. 2% മാർച്ചിൽ കൊടുക്കും, അതിന് ഒരു പെൻഡിങ്ങും ഇല്ല. പിന്നെ കോവിഡ് കാലത്തെ 18 മാസത്തത് 4 പ്രാവശ്യമായിട്ട് കൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഇത് അവരെ എന്ത് കുറ്റമാണ് പറയുന്നത്? പറയാനില്ലാത്തൊരു കുറ്റം നമുക്ക് പറയാൻ പറ്റും. ഇവിടെയാണെങ്കിൽ DR കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. രണ്ട് DR കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ 2 DR ആണ് പെൻഷൻകാർക്ക് നഷ്ടമായത്. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള റെപ്രസെൻറ്റേഷൻ കൊടുത്തിരിക്കുന്നു. അത് മന്ത്രി ഓഫീസിൽ കിടന്ന് കറങ്ങുന്നു. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കിടന്ന് കറങ്ങുന്നതല്ലാതെ യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നില്ല. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, അത് കൊടുക്കണമെന്ന് പറയുമ്പോൾ, ഉദ്യോഗസ്ഥർക്ക് ഇത് കിട്ടണമെന്ന് പറയുമ്പോൾ, അതിൻ്റെ അനുഭവം കിട്ടുന്നവർ, അതിൻ്റെ ആനുകൂല്യം കിട്ടുന്ന റിട്ടയറായ ഉദ്യോഗസ്ഥനാണ് വന്നു നിന്ന് ഈ ന്യായീകരണ പരിപാടിയും ക്യാപ്സൂൾ പരിപാടിയും കാണിക്കുന്നത്. എന്താണ് നിങ്ങൾ അടിമയാണോ? ആരുടെ അടിമയാണ് നിങ്ങൾ? ക്ലാരിറ്റി ഇല്ല, അങ്ങനെ ഇങ്ങനെയാന്ന് പറയുന്നത്. ഒരു ക്ലാരിറ്റിയുടെ പ്രശ്നമല്ല. 11-ാം തീയതിയിലെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ 11-ാം തീയതിയിലെ കഴിഞ്ഞ 11-ൽ, ഇന്ന് 17 ആയിട്ടുള്ളൂ, 11-ാം തീയതിയിലെ കേരള കൗമുദി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജ്, എഡിറ്റോറിയലാകുമ്പോൾ കേരളത്തിൽ എല്ലാവർക്കും വായിക്കാമല്ലോ, അല്ലെങ്കിൽ എവിടെയെല്ലാം കേരളം അവിടെ എല്ലാവർക്കും വായിക്കാം. സംപൂജ്യ നിയമനമായി റാങ്ക് പട്ടികകൾ എന്നുള്ള എഡിറ്റോറിയൽ അങ്ങ് വായിക്കുക. തൊട്ട് തലേ ദിവസത്തെ പത്രത്തിൽ ഇതിനെ സംബന്ധിച്ച് വാർത്തകളുമുണ്ട്, അത് വായിക്കുക. ചാനലുകൾ കാണുക. അതുകൊണ്ട് ദയവായി ഞങ്ങളെ ഈ രാത്രി ഒന്നും വിളിച്ച് ശല്യം ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക, ഞങ്ങൾ മനസ്സിലാക്കിക്കോളാം. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്താൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞല്ലോ, വീഡിയോകൾ ധാരാളം ചെയ്യുന്നതിനിടയ്ക്ക് ചില മിസ്റ്റേക്ക്, ഇതിനകത്തൊരു മിസ്റ്റേക്ക് വന്നിട്ടില്ല. പക്ഷേ എന്നിട്ട് ഞങ്ങൾക്ക് രാത്രി ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇയാൾ പറയുന്നതൊക്കെ ശരിയാണോ, വേറെ ആൾ ലേറ്റസ്റ്റ് ആയിട്ട് വല്ല ഓർഡർ പറഞ്ഞു. അങ്ങനെയല്ല. യൂണിവേഴ്സിറ്റികളിൽ 2 തരത്തിലാണ് കോളേജുകൾ അഡ്മിഷൻ, 3 തരത്തിലാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഗവൺമെൻറ് കോളേജുകൾ, അതായത് യൂണിവേഴ്സിറ്റി കോളേജ്, ആർട്സ് കോളേജ്, വിമൻസ് കോളേജ് പോലുള്ള ഗവൺമെൻറ് കോളേജുകളിൽ PSC ആണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നത്. യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ 60 വയസ്സ് വരെ എന്ന ഇപ്പുറത്ത് പങ്കാളിത്ത പെൻഷനായപ്പോൾ 60 ആയി. എന്നാലും ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സ്വാഭാവികമായിട്ട് അവിടെ യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ എക്സാമും ഇൻ്റർവ്യൂ വെക്കുന്നത്. അതുകൊണ്ടാണ് KK രാഗേഷിൻ്റെ ഭാര്യയും, പിന്നെ അതുപോലെ P രാജീവൻ്റെ ഭാര്യയും, ഷംസീറിൻ്റെ ഭാര്യയും, അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള പിന്നെ പ്രമുഖന്മാരുടെ ഭാര്യമാരും, നമ്മുടെ സുനിൽ P ഇളയിടം പോലെയുള്ള ആളുകളുമൊക്കെ അർഹതയില്ലാത്ത ആളുകളെല്ലാം ഈ ഓരോ പോസ്റ്റുകളിൽ കയറിയിരിക്കുന്നത്. കോടതികളിൽ ഇങ്ങനെ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും കേസുകൾ കയറി ഇറങ്ങി നടക്കുന്നത് യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തുന്നുണ്ടെന്നാണ്. അതേസമയം യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നതും PSC ആണ്.
പിന്നെ എയ്ഡഡ് സ്കൂൾ കോളേജുകളിൽ നടത്തുന്നത് എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം.